പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ ദേവരാജ് അമ്പലയിലാണേ. വയനാടിൻ്റെ ആ ഒരു പുറം കാഴ്ചകളിലേക്ക് ക്യാമറ എത്ര പ്രാവശ്യം വെച്ചാലും നമുക്ക് മതി വരില്ല. വയനാടൻ വൈബ്സ്, ആ വയനാട്ടിലത്തെ രാവിലത്തെ മഞ്ഞും കോടയും, ആ ഒരു ഇളം തണുപ്പോടു കൂടിയുള്ള ആ യാത്ര എത്ര ക്യാമറയിൽ പകർത്തിയാലും നമുക്ക് മടുക്കൂല. വേണ്ടാന്ന് വെച്ചാൽ അറിയാണ്ട് ക്യാമറ എടുത്തൊന്ന് ആ ദൃശ്യങ്ങൾ ചെറുതായിട്ട് നമ്മളത് ഒപ്പിയെടുക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇത് ഇന്ന് രാവിലെ മാർച്ച് 8, 2025 മാർച്ച് 8 രാവിലെ അതിരാവിലെ ഒരു 6:30 എൻ്റെ സ്വന്തം വീടായ അമ്പലയിൽ നിന്നും മുത്തങ്ങയിലേക്കുള്ളൊരു യാത്ര. ആ സമയത്ത് എത്രയോ തവണ പകർത്തിയാണെങ്കിലും എന്തായാലും വേണോ വേണ്ടതെന്ന് മനസ്സ് ശങ്കിച്ചെങ്കിലും വീണ്ടും വെറുതെ ക്യാമറ എടുത്തൊന്ന് മൊബൈലെടുത്ത് പുറത്തേക്ക് ദൃശ്യങ്ങളിലേക്കൊന്ന് ക്യാമറ ഒന്ന് ഓടിച്ചു. അപ്പോൾ ആ ഒരു ഭംഗി രാവിലെ ഒരു 6:30 ടൈമാണ്, 6:30, 6:45 ആ ടൈമാണ്. അപ്പം നേരെ നമ്മൾ മൈസൂരിലേക്കുള്ള റോഡാണിത്. പ്രധാനപ്പെട്ട ദേശീയപാതയായ കോഴിക്കോട്, ബത്തേരി, മൈസൂർ ആ പാതയാണിത്. അപ്പോൾ അവിടുന്ന് നമ്മളങ്ങനെ യാത്ര വെച്ചപ്പം നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നതിൻ്റെ തെളിച്ച റോഡിലില്ല. നല്ല ചില ഭാഗത്ത് നമുക്ക് തീരെ സുൽത്താൻ ബത്തേരി ടൗണിലെത്തിയപ്പോൾ തന്നെ അവിടെയൊക്കെ മഞ്ഞും ശരിക്കും പറഞ്ഞാൽ കോട മൂടിയിട്ട് തൊട്ടടുത്തുള്ള വാഹനങ്ങൾ കാണുന്നില്ല എന്നുള്ള സ്ഥിതിയായിരുന്നു. അത്രയ്ക്കും ശരിക്കും ഇങ്ങനെ റോട്ടിൽ തൊട്ടടുത്തുള്ള വാഹനങ്ങൾ ലൈറ്റ് ഇട്ടില്ലെങ്കിൽ കാണില്ല എന്ന അവസ്ഥയില്ല. വാഹനങ്ങളൊക്കെ ലൈറ്റ് ഇട്ടിട്ടാണ്, നമ്മൾ കാണുന്നുണ്ടല്ലോ, വാഹനങ്ങളൊക്കെ ലൈറ്റ് ഇട്ടിട്ടാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ നേരെ മൈസൂർ റോട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ കാഴ്ച, ആ നല്ലൊരു ഭംഗിയുള്ള ആ കാഴ്ചകൾ വെറുതെ ഒന്ന് പകർത്തിയതാണ്. അപ്പോൾ എൻ്റെ പ്രധാനപ്പെട്ട വീഡിയോസൊക്കെ റിയൽ എസ്റ്റേറ്റ് വീഡിയോസാണ്. ഇടയ്ക്ക് ഇതേപോലെ വയനാടൻ വൈബ്സ് എന്ന് പറഞ്ഞിട്ട് ചെറിയ വയനാട്ടിലത്തെ നല്ല കാഴ്ചകൾ വരുമ്പം അതും ചെറുതായിട്ടൊക്കെ പകർത്താൻ ശ്രമിക്കാറുണ്ട്. അപ്പം വയനാടൻ റിയൽ എസ്റ്റേറ്റ് ആണ് എൻ്റെ ഫീൽഡ്. എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലും ദേവരാജ് അമ്പലയിൽ എന്ന 2 യൂട്യൂബ് ചാനലുകൾ വഴി മെയിനായിട്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഇത്തരം വയനാടിൻ്റെ ആ ഒരു മാസ്മരിക ഭംഗി എത്ര ഒപ്പിയാലും തീരില്ല. അതിൻ്റെ ഒരു ചെറിയൊരു ശതമാനം പോലും പകർത്താൻ പറ്റിയിട്ടില്ല. അപ്പം ചരിത്ര പ്രാധാന്യം, ചരിത്രം ഉറങ്ങുന്ന എന്ന് പറയുന്ന മണ്ണ് തന്നെയാണ്. വയനാട്ടിലത്തെ ബത്തേരിയുടെ പേരിൽ തന്നെ ചരിത്രങ്ങളാണുള്ളത്. ഗണപതി വട്ടം എന്ന പേരിൽ അറിയപ്പെടുന്ന സുൽത്താൻ ബത്തേരി ടിപ്പു സുൽത്താൻ്റെ വരവിന് ശേഷമാണ് സുൽത്താൻ ബാറ്ററിയായി മാറിയത്. എല്ലാവർക്കും അറിയാം. സുൽത്താൻ്റെ ആയുധപ്പുര എന്നാണ് സുൽത്താൻ ബത്തേരി എന്നാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു സുൽത്താൻ ബത്തേരിയിൽ നിന്നാണ് നമ്മൾ ഈ മൈസൂർ റോഡിലേക്ക് യാത്ര തിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മൾ കല്ലൂർ ഭാഗത്തേക്ക് എത്താനായി. നായിക്കട്ടി എന്ന ചെറിയൊരു പട്ടണമൊക്കെ കടന്ന് നമ്മൾ നേരെ കല്ലൂർ ഭാഗത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകൾ ഇങ്ങനെ കണ്ട് പോകാം. നമ്മളിപ്പോൾ ഏകദേശം ആ ഒരു നായിക്കട്ടി കഴിഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ശരിക്കും ഇപ്പോൾ അവിടെ ഒരു 6 മണിക്ക് ചെക്ക് പോസ്റ്റ്, വയനാട് ഗുണ്ടൽപേട്ട റൂട്ടിൽ കർണാടകത്തിൻ്റെ അതിർത്തിയിൽ, കേരള-കർണാടക അതിർത്തിയിൽ ചെക്ക് പോസ്റ്റ് ഒരു 6 മണിക്ക് രാവിലെ തുറക്കും. അപ്പോൾ ആ സമയത്ത് മൈസൂരിൽ നിന്നും ബത്തേരി ഭാഗത്തേക്ക് ധാരാളം വാഹനങ്ങളുടെ ഒരു ഒഴുക്കുണ്ടാവും. അതുവരെ അവിടെ വെയിറ്റ് ചെയ്തിരുന്ന വാഹനങ്ങളുടെ ഒരു ഒഴുക്കുണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വാഹനങ്ങൾ പുറപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അവിടെ നിന്നൊരു 6 മണിക്ക് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഇങ്ങോട്ട് വാഹനങ്ങൾ വരുന്ന ആ ഒരു തിരക്കും തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നല്ലൊരു ട്രാഫിക് ഉണ്ടാവും. അപ്പോൾ ആ ഒരു കാഴ്ചകളിലേക്കാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മൾ കല്ലൂർ ഭാഗത്തേക്ക് എത്താനായി. അപ്പോൾ നമ്മുടെ യാത്ര കല്ലൂരിൽ പുരാതന ക്ഷേത്രങ്ങളൊക്കെ, പഴയ മുത്തപ്പൻ കാവ്, അതേപോലെ നടുവണ്ണൂർ ശിവക്ഷേത്രം, മഹാശിവക്ഷേത്രം, അങ്ങനെ ധാരാളം ക്ഷേത്രങ്ങളൊക്കെ ഉള്ളൊരു നാടാണ് നമ്മുടെ കല്ലൂർ. അപ്പോൾ കല്ലൂർ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ എത്തുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കല്ലൂർ മുത്തങ്ങ ഗുണ്ടൽപേട്ട റോഡിലാണ് ഈ യാത്ര. അപ്പോൾ നമ്മൾ ആ മഞ്ഞിൻ്റെ ഒരു ഭംഗിയിൽ അങ്ങനെ ഒപ്പിയെടുത്താണ്. ധാരാളം റിസോർട്ടുകളുടെ സൈൻ ബോർഡുകൾ ഇവിടെ കാണുന്നുണ്ട്.
ലേ വിസ്ത എന്നൊക്കെ സൈഡിൽ ഇങ്ങനെ സൈൻ ബോർഡുകൾ കാണുന്നുണ്ട്. ധാരാളം നല്ല നല്ല റിസോർട്ടുകളും ഹോം സ്റ്റേകളും ധാരാളമുള്ള ഒരു റൂട്ടാണത്. അപ്പോൾ നമ്മളങ്ങനെ ആ ഒരു കാനന ഭംഗിയൊക്കെ സൈഡിൽ ആസ്വദിച്ചുകൊണ്ട് വാഹനങ്ങൾ നമ്മൾ ഉണ്ടല്ലോ, പ്രധാനപ്പെട്ട ചരക്ക് വാഹനങ്ങളൊക്കെ വന്നു തുടങ്ങി. ആ ഒരു വാഹനങ്ങളുടെ തിരക്ക് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ചെക്ക് പോസ്റ്റ് കടന്ന് വാഹനങ്ങൾ വരുന്നതിൻ്റെ തിരക്കും തുടങ്ങിയിട്ടുണ്ട്. നമ്മളങ്ങനെ എത്താനായി. ഇപ്പോൾ ഏകദേശം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കല്ലൂർ ടൗണിലേക്കുള്ള യാത്രയാണ്. നമ്മളങ്ങനെ നമ്മളെ വാഹനം പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം മുത്തപ്പൻകാവ് പറശ്ശിനി മുത്തപ്പൻകാവിൻ്റെ പോലെയുള്ള ഇവിടുത്തെ 66 എന്ന സ്ഥലത്ത്, കല്ലൂരിൻ്റെ തൊട്ടിപ്പുറത്തുള്ള 66 എന്ന ഭാഗത്തുള്ള മുത്തപ്പൻകാവിൻ്റെ ഏരിയയിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ ഒരു ഹൈസ്കൂളുണ്ട്, കല്ലൂർ ഹൈസ്കൂള്. അപ്പോൾ ആ ഏരിയയിലാണ് ഇപ്പം നമ്മളുള്ളത്. ഇത് ഈ ഇടതുവശത്തെ റോഡിലൂടെയാണ് നമ്മളിവിടെ കാണുന്ന, ഇതൊരു സ്കൂളുമാണ്. ഇവിടെ ഉത്സവം കഴിഞ്ഞതിൻ്റെ ഫ്ലക്സൊക്കെ കാണാം. ഇതാണ് ഇടതുവശത്തേക്കാണ് കല്ലൂർ, പ്രശസ്തമായ കല്ലൂർ 66 മുത്തപ്പൻകാവ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കല്ലൂർ ടൗണിലേക്കുള്ള യാത്രയാണ്. രണ്ട് വശത്തും ധാരാളം പോകുന്ന വഴിക്ക് ഹോം സ്റ്റേ റിസോർട്ടുകൾ ധാരാളം ഉണ്ട്. അപ്പോൾ നമുക്ക് ആ വലതുവശത്തൊക്കെ വയനാട് ഫോർട്ട്, അങ്ങനെ പല റിസോർട്ടുകൾ ഇങ്ങനെ പലതും പോകുന്ന വഴിക്ക് ഇങ്ങനെ കാണുന്നുണ്ട് നമ്മൾ. അപ്പോൾ ആ ഭംഗിയിൽ ആ മഞ്ഞിൻ്റെ ഭംഗിയാണ്, അത് നേരിട്ട് ആസ്വദിക്കാനാണ് അത് അതിൻ്റെ ഒറിജിനൽ വൈബ് അറിയുക. അപ്പോൾ അങ്ങനെ ആ കാഴ്ചകളിലേക്കാണ് നമ്മൾ. കല്ലൂർ ടൗൺ എത്താനായി. ഇത് വയനാട് ഫോർട്ട് റിസോർട്ടാണ് നമ്മളിപ്പോൾ കഴിഞ്ഞത്, വലതുവശത്ത് കാണുന്നത്. അങ്ങനെ നമ്മൾ നേരെ ഈ കാണുന്നത് കല്ലൂർ ടൗണിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. കല്ലൂർ ടൗണിൻ്റെ വാഹനങ്ങൾ നമ്മൾ അറിയില്ല, ചെക്ക് പോസ്റ്റ് തുറന്ന് ധാരാളം ചരക്ക് വാഹനങ്ങൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കല്ലൂർ ടൗണിലെത്തി. ഇടത്തോട്ട് കല്ലുമുക്ക് റോഡാണ്. ഈ ടൗണിൽ നിന്ന് ഇടത്തോട്ട് പോകുന്നത് കല്ലുമുക്ക് റോഡാണ്. ഒരു അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു കൊച്ചു പട്ടണമാണ് കല്ലൂരെത്തി. കല്ലൂരിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത്, ഇനി നമ്മൾ നേരെ മുത്തങ്ങയിലേക്കുള്ള റോഡാണിത്. കല്ലൂർ കഴിഞ്ഞാൽ അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ടൗൺ എന്ന് പറയുന്നത് മുത്തങ്ങയാണ്. പണ്ട് നമ്മൾ GST ഒക്കെ വരുന്നതിൻ്റെ മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ചെക്ക് പോസ്റ്റുകളിൽ, കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ചെക്ക് പോസ്റ്റുകളിൽ ഒന്നായ മുത്തങ്ങ, ഇപ്പം അത് നമ്മുടെ ടാക്സ് സിസ്റ്റമൊക്കെ മാറി GSTൻ്റെ വരവോടുകൂടി അവിടെ ചെക്ക് പോസ്റ്റ് ഒക്കെ പഴയതുപോലെ അതിൻ്റെ പ്രതാപമൊക്കെ പോയി. ഇപ്പം ചെക്ക് പോസ്റ്റൊന്നും അവിടെ ഇല്ല. ചെക്ക് പോസ്റ്റുകളുണ്ടെങ്കിലും ആ പഴയതുപോലുള്ള ചെക്കിങ്ങോ കാര്യങ്ങളോ ആ ഒരു സിസ്റ്റമൊക്കെ മാറിയതുകൊണ്ട്, ആ ടെക്നിക്കൽ സിസ്റ്റം മൊത്തം മാറിയതുകൊണ്ട് ഇപ്പോൾ വാഹനങ്ങൾ അവിടെ നിർത്തിയിട്ടുള്ള പരിശോധനകളൊക്കെ കുറഞ്ഞു. ഇതിപ്പോൾ നമ്മൾ ഏകദേശം വീണ്ടും ഫോറസ്റ്റ് അടുത്തേക്ക് വരികയാണ്. നമുക്കവിടെ ഒരു സൈൻ ബോർഡ് കാണുന്നുണ്ട്. ആ സൈൻ ബോർഡ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. സൈൻ ബോർഡിൽ നമ്മൾ കാണും, ഇപ്പോൾ കാണുന്നത് മൈസൂർ എന്നാണ് മുകളിൽ എഴുതിയുള്ളത്. മൈസൂർ, മുത്തങ്ങ, ഊട്ടി, വലത്തോട്ട് ഊട്ടിയിലേക്കാണ്. ഗൂഡല്ലൂർ, ഊട്ടി. ഇവിടുന്ന് വലത്തോട്ട് പോയാലും ഗൂഡല്ലൂർ, ഊട്ടി. നേരെ പോയാലും മൈസൂർ, മുത്തങ്ങ. അപ്പോൾ നമ്മളവിടെ കുറച്ച് മുന്നോട്ട് പോയാൽ റോഡ് കാണാം. വലത്തോട്ട് നമ്പിക്കൊല്ലി റോഡ് എന്ന് പറയും. അങ്ങോട്ട് പോയാൽ നമുക്ക് മുത്തങ്ങയിൽ നിന്ന് നമ്മൾ മുത്തങ്ങ റോഡിലേക്ക് പോകുന്നതിന് പകരം വലത്തോട്ട് പോയാൽ നമുക്ക് ഊട്ടി റോഡിലേക്കും പ്രവേശിക്കാം. വാഹനങ്ങളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ രാവിലെ പെട്ടെന്ന് യാത്രയിൽ തന്നെ ചെയ്തൊരു വീഡിയോ ആണ്. അതിൻ്റേതായ വളരെയധികം പോരായ്മകളുണ്ടാവും. അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.